കാര്യത്തെ പറ്റി ഒരു പുതിയ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. അത് എഴുതി ഡയറക്റ്റ് ചെയ്ത് വന്നപ്പോൾ അതൊരു ന്യൂ ജനറേഷൻ സ്റ്റൈലായി. പേടിക്കണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ. പക്ഷേ ഭാവനാത്മകമായി ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇതിൽ ഞങ്ങൾ പല സ്ഥലത്തും തമാശകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് ചിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. പിന്നെ അത് കണ്ടില്ല, കേട്ടില്ല, ഇക്കിളി കൂട്ടിത്തരുവോ എന്നൊന്നും പറയരുത്. ആദ്യമായി ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന പരസ്യത്തിന്റെ ഒരു സ്പൂഫ് നമുക്ക് കാണാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. മിസ്റ്റർ രാജു, താങ്കളുടെ കാലുകൾ നല്ലപോലെ എഴുതുന്നുണ്ടല്ലോ. ഡോക്ടറിനെ കാണിച്ചില്ലേ? കാണിച്ചു സാറേ. ഡോക്ടർ പറഞ്ഞു കള്ള് കുടിച്ച് കാലിന്റെ കോല് പോയെന്ന. നമ്മുടെ കാലുകൾ കമ്പ് പോലെയാണ്. അതിനെ കുടിച്ച് കുടിച്ച് പാമ്പ് പോലാക്കരുത്. ഒരു വലിയ രാജവെമ്പാല. ഓ കഴിഞ്ഞ്. അച്ഛൻ്റെ വൈകിട്ട് എന്തിനാ പരിപാടി? ഓ ഇല്ല, പഴയ ബാറിൽ വെച്ച് തന്നെ കാണാട്. ഓക്കെ ബൈ. കൊള്ളാം. എന്നാ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ ആദ്യത്തെ ബെല്ലോടുകൂടി നമുക്ക് ആ നാളെ ഒന്ന് തുടങ്ങാം. ഈ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ്. എടാ അത് വേണ്ട, നമ്മുടെ ഇന്ത്യൻ കിച്ചന്റെ മുന്നിൽ ഒരുത്തൻ മാവേലി വേഷം കെട്ടി നിൽക്കുന്നു. മലയാളികളുടെ കച്ചവടം കിട്ടാനായിരിക്കും. ഒരു മിനിറ്റ് നോക്കാം. ഡേ മാവേലി, ഇന്ത്യൻ കിച്ചണില് മുതലാളി പിടിച്ചു നിർത്തിയായിരിക്കും അല്ലേ? എത്രയാ ഡെയിലി വേജസ്? എന്ത്? ഓ അവർലെയാണല്ലേ? നാം മഹാബലിയാണ്, ബംഗാളി അല്ല. ഓ ശരി മഹാരാജാവേ. വാടേ നമുക്ക് പോവാം. രാവിലെ ഓരോരുത്തർ ഇറങ്ങിക്കോളും. ധിക്കാരികൾ. സാന്റിയാഗോ ആയതുകൊണ്ടാ. പാതാളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ. നമസ്കാരം. നമ്മുടെ മാവേലിയല്ലേ? ഹോ, ഈ നാട്ടിൽ വിവരമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. വിവരം മാത്രല്ല, ബുദ്ധിയും നല്ല സൗന്ദര്യമുണ്ട്. അല്ല, ഒറിജിനൽ ആണല്ലേ? എന്താ സംശയം? വാമനം പതിച്ചു തന്ന 916 മുദ്ര കാണണോ? ഹേയ് വേണ്ട, മഹാവഷളാവും. ആട്ടെ, സാധാരണ മാവേലി കേരളത്തിലേക്കല്ലേ പോവാറ്? ഇത്തവണ എന്താ സാന്റിയാഗോലെ? ഓ, നമുക്കിപ്പം അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമില്ല. അവിടെ എവിടെയാ ഓണം? നേരം വെളുത്ത ടിവിയുടെ മുമ്പിൽ അങ്ങ് പ്രതീക്ഷിക്കും. പിന്നെ എല്ലാ സിനിമാക്കാരുടെ ഊണും ഉറക്കവും കഴിഞ്ഞിട്ടേ എണീക്കും. ഇതിനിടയിൽ പാർസൽ സദ്യയും പേപ്പർ വാഴയിലയും. പിന്നെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ബെവറേജസ്. അതും ഇനി എത്ര കാലം എന്ന് വെച്ചിട്ടാ? മടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ തവണ ഓണത്തിന് പാതാളത്തിൽ നിന്ന് കേരളത്തേക്കുള്ള തുരങ്കത്തിന് നമ്മളൊരു ബൈപ്പാസ് എടുത്തു, നേരെ സാന്റിയാഗോയിൽ. ഇവിടുത്തെ ഓണാഘോഷമൊക്കെ അവിടെ വളരെ പ്രസിദ്ധമാണ്.
പ്രത്യേകിച്ച് പിള്ളേരുടെ പാട്ടും ഡാൻസും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. തുരങ്കത്തൂടെയോ? അത് പറഞ്ഞപ്പോ പലരും ഞെട്ടിട്ടോടെ. അല്ല, അപ്പൊ വിസയോ? എന്ത് വിസ? ഓ, അതില്ല. കാവറത്തുണ്ട്, എടുക്കട്ടെ? കഴിക്കണ കാര്യം മാത്രല്ല, പീസയുടെ കാര്യല്ല. വിസ, VSA, വിസ. ഓ, പിസ്സ അല്ലേ? വിസയോ? അതെന്താ സാധനം? അതൊരു വലിയ സംഭവമാ എന്റെ മാവേലി. അത് ഇവിടെ വരുന്നവരുടെ ഓരോരുത്തരുടെ ജീവിത രേഖയാ. മനസ്സിലായില്ല. ഹോ, എന്ത് മനസ്സിലായില്ല? അത് അവിടെ ഇവിടെ കടയിലൊന്നും കിട്ടുന്ന സാധനമല്ല. അത് കേട്ടപ്പോ പലരും നടക്കാൻ തുടങ്ങിട്ടോ. കടയിൽ കിട്ടില്ല. മാത്രല്ല, അതെ, പല തരത്തിലുണ്ട്. ആയിക്കോട്ടെ, അത് നമുക്ക് കടയിൽ കിട്ടുമോ? കിട്ടില്ലടോ, അതല്ലേ പറഞ്ഞത്. അത് ശരി. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയണച്ചാൽ അത് ഇഷ്യുണ്ടേ. അതുകൊണ്ട് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു 3-4 എണ്ണത്തിനെ പറ്റി പറഞ്ഞുതരാം. ആദ്യത്തത് F1B കാറ്റഗോറി. അതെ, നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിസയ. അവരുടെ അമേരിക്കൻ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലോർക്കണോ? സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് കേട്ട് ഇവൻ വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. അകലെയാണ് ഇവനുടെ കഥയിലെ നാട്. അവിടെയാണ് ഇവൻ വിരരുളിയ വീട്. ഈരടിയായി പാടാം നായകന്റെ നമ്മൾ. Peace up, A-Town. Yeah. മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുക ഞാൻ വാരി. മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ നിൻ ചൊടിയിൽ ചിരി കാണാൻ കരൾ വീണ നീട്ടി പാട്ടുപാടാം. What is NaCl? It is sodium chloride. Using in the kitchen, feeding to the kitten before the morning walk. Pachaklavadina chemical name, basic copper carbonate. Cathode, anode, pivot, diode, barometer, thermometer, പാടും ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും മലയൊരാളാകും. ഏതോ ഞാനൊരാളാകും. ഓരോ പൈലറ്റ് പോലാകും. അമ്മയുടെ രക്ഷമോൻ ആ കോളേജ് പാസ്സായി. അമ്മേ, കോളേജ് പാസ്സായി. അങ്ങനെ പാർട്ടിക്ക് പോയും പാർട്ട് ടൈം പണിയെടുത്തും പഠിച്ചും അവരങ്ങ് പാസ്സാകുമല്ലേ? അതെ, പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല. അടുത്തത് ജോലി. അതിന് നാട്ടിൽ നിന്ന് ചിലരുണ്ട്, അവരും ഉണ്ട് ഈ കടിപിടുത്തത്തിന്. അവരുടെ എക്സ്പീരിയൻസ് കണ്ടാലേ അവരുടെ പ്രായത്തിനെക്കാട്ടിലും ഉണ്ടാവും.
അവരും ഇവരും കൂടി കടിപിടി കൂടി ഒരു വിസ ഉണ്ട്. അതാണ് H1B കാറ്റഗറി. അത് അങ്ങനെ ഇങ്ങനെയും കിട്ടുന്ന സാധനമല്ല കേട്ടോ. ലോട്ടറി എടുക്കണ മരിയാ. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പെട്ടിയും കാലും പറക്കി നാട്ടിലേക്ക് കൊണ്ടുവരും. ഓ, ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ തന്ത്രപ്പാടുകളെ. ആരവിടെ? കൺസൾട്ടൻസി. ചിലപ്പോ 25 വയസ്സുള്ള ഒരാൾക്ക് 35 വർഷത്തെ എക്സ്പീരിയൻസ് വരെ കൊടുത്തങ്ങ് സഹായിച്ചു കളയും. എല്ലാരും അങ്ങനല്ല കേട്ടോ. എന്നാൽ ഇവിടെ അതുപോലുള്ള ഒരാളെയാണ് ഇദ്ദേഹം കണ്ടുമുട്ടുന്നത്. അങ്ങനെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇത് കഴിഞ്ഞ അടുത്ത ലക്ഷ്യം ഗ്രീൻ കാർഡ്, അത് കഴിഞ്ഞ സിറ്റിസൺ, ഇങ്ങനെ പോവും. ഉണ്ണാത്തൂര് ഇല കിട്ടാഞ്ഞിട്ട്, ഉണ്ടോനോ ചായല്ല പായ കിട്ടാഞ്ഞിട്ട്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മനോനീശത്തിരമീകുന്ന ബസ് സാരം നിൻ മഹസ് ശാശ്വതം നിന്നാക തപസ്. വരാന്ന് പറഞ്ഞ ആരും ഇതുവരെ കാണുന്നില്ലല്ലോ. ഈ നേരം ഓവർ ടൈം ചെയ്ത് 10 കാശുണ്ടാക്കായിരുന്നു. നിങ്ങള് നേഴ്സുമാരുടെ ഒക്കെ ഒരു ഭാഗ്യേ. ഓവർ ടൈമിന് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാലോ. ഞങ്ങള് പാവം ഐറ്റിക്കാരോ മരിച്ച് കിടന്ന് പണിയെടുത്താലും 10 പൈസ കൂടുതൽ കിട്ടില്ല. നീ അതെ അതെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഞങ്ങൾക്ക് നിങ്ങളുടെ പോലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കുത്തിയാ പോരാ, പണിയെടുത്ത് നടുവൊടിയും. അതൊക്കെ പോട്ടെ, ഈയിടെ ശരിയായെന്ന് കേട്ടായിരുന്നല്ലോ, രക്ഷപ്പെട്ടല്ലോ.
ഹോ, എന്ത് രക്ഷപ്പെടാൻ, ഈടിയും കഴിഞ്ഞിട്ട് കടക്കുന്നില്ലേ ഓരോ തലവേദനകള്. നിങ്ങൾ നേഴ്സുമാർക്കൊക്കെ പിന്നെ ഗ്രീൻ കാർഡിൽ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ. അതിനെ നല്ല പ്രായത്തിൽ നഴ്സിംഗ് പഠിക്കണമായിരുന്നു. ആ, അതൊക്കെ പോട്ടെ, നമ്മുടെ ആ സിറ്റിസൺ ഇതുവരെയും കണ്ടില്ലല്ലോ. ശരിയാ, സിറ്റിസൺ എവിടെ പോയി? ഓ, ദോ വരുന്നു കേട്ടോ. മംഗ്ലീഷ് ഇപ്പൊ തുടങ്ങും. ഈ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസിലെ ഓരോ തിരക്കുകളെ സകല മനുഷ്യരും അവിടെയുണ്ട്. ആകെപ്പാടെ ഞങ്ങൾ കുറച്ചു പേരല്ലേ ഉള്ളൂ സിറ്റിസൺസ്. ബാക്കി എല്ലാവരുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഷ്ടം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഹോം സെർച്ച് എവിടം വരെയായി? എന്തു പറയാനാണ്, ഈ സാന്റിയാഗോയിൽ വീട് വാങ്ങണമെങ്കിൽ എന്തൊക്കെ നോക്കണം. നമുക്കൊക്കെ പിന്നെ കാർമൽ വാലിയോ പവർ സ്കൂൾ ഡിസ്ട്രിക്റ്റോ ഒക്കെ അല്ലേ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ? അതറിയില്ലേ, അവിടുത്തെ സ്കൂൾസിനല്ലേ ബെസ്റ്റ് റേറ്റിംഗ്. അത് ഉള്ളതാ. അവിടെയൊക്കെ പോയെങ്കിലേ നമ്മുടെ പിള്ളേര് അതല്ല സ്റ്റാൻഫോർഡിലോ ഹാർവാർഡിലോ ഒക്കെ പോയി നമ്മളെ പോലെ എന്നെങ്കിലും ഒക്കെ ആകത്തുള്ളൂ. അതിന് താൻ എവിടെ പഠിച്ചത്? ഞാനോ? പത്താമല ഹൈസ്കൂൾ. ഞങ്ങളുടെ പാരന്റ്സ് പിന്നെ പണ്ടേ US വന്നത് കൊണ്ട് ഞാനൊക്കെ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിലാ പഠിച്ചത്. അവരിവിടെ വന്നിട്ട് എത്ര കാലമായി? അവര് ഒരു 10-40 ഇയേഴ്സിന് മുൻപ് വന്നതാണ്. കൊളംബസിന്റെ കൂടെ ഇങ്ങനെ പോകുന്നതായിരിക്കും. പിന്നെ അടുത്ത സാറ്റർഡേ ട്രീസിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരണില്ലേ? ഉണ്ട്. ജുറാസിക് പാർക്കാണ് തീം. ഇനി കോസ്റ്റ്യൂം പർച്ചേസിന് പോകണോ ആവോ? അയ്യോ, 6 മണിക്കല്ലേ? എനിക്കൊന്ന് 3rd ഷിഫ്റ്റ് ഉള്ള ദിവസമാ. ഓ, എന്റെ കാര്യം അതിലും കഷ്ട. പ്രോജക്ട് ഡെഡ്ലൈൻ ആയതുകൊണ്ട് വീക്കെൻഡ്സിലൊക്കെ പണിയാ. നീ എന്ന ഡെഡ്ലൈൻ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ. അയ്യോ, ഞാൻ വിചാരിച്ചു ഈ ആഴ്ച എങ്ങാനും ആയിരിക്കുമെന്ന്. ഓ, ടൈംസ് റണ്ണിങ് ഔട്ട്. മോന്റെ ടൈക്വാൻഡോ ക്ലാസ്സിന് ഇപ്പോൾ സമയമായി, പോയി വിളിക്കാൻ. പിന്നെ സ്വിമ്മിംഗ് ക്ലാസ്സിന് കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ പിന്നെ അപ്പോ പിന്നെ നമ്മുടെ പിയാനോ ക്ലാസ്സും ഐസ് സ്കേറ്റിംഗ് ക്ലാസ്സും ഒക്കെ അത് പിന്നെ നാളെ അല്ലേ? അപ്പോ ശരി, പിന്നെ കാണാം. എങ്കിൽ പിന്നെ നമുക്കും പോയേക്കാം. ഇനി നാളെ തിരുവാതിര പ്രാക്ടീസിന് കാണാമല്ലോ അല്ലേ? അത് ശരിയാ. ശരി, എന്നാ ബൈ. ബൈ. ഈ തിരക്കിനിടയിലും തിരുവാതിര കളിക്കും ചെണ്ടമേളത്തിനും ഒക്കെ അവർ സമയം കണ്ടെത്തുന്നു. നമുക്ക് സന്തോഷമായി. വിസ ഏതായാലും എല്ലാ ആഘോഷങ്ങൾക്കും മലയാളികൾ എത്താറുണ്ട്. ഹേയ്, അതിനിവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, പോരാത്തിനൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും. ഓ, എന്നാ നമുക്ക് ആ കൂട്ടായ്മ കാണാൻ ധൃതിയായിരിക്കുന്നു. വരിക, ഞാൻ കാണിച്ചു തരാം. വരിക. അല്ല, ആശംസാ പ്രസംഗത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. ഞാനുണ്ടല്ലോ. ഞാൻ മാവേലി കണ്ടതിൽ എല്ലാ ഇപ്പൊ നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അതെന്താ ഞാനിപ്പോൾ പറഞ്ഞാലുള്ള പ്രശ്നം? ഞാൻ പറഞ്ഞാൽ അടവുകളുടെ ചുടുപകടകളുടെ ഒരുവരമിനി അതിലകലമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചൊളുങ്ങി മണ്ണി പൊങ്ങി മണ്ണി അലങ്ങി വിലങ്ങി കുരുങ്ങി പരുങ്ങി ഈ മരമറയത് ഞാനതിലല്ലടവും. നിർത്തൂ.
എവിടെ ചെന്നാലും ഏത് വിസയിലായാലും ഈ സ്വഭാവം മാറില്ല. നമുക്കിനി ഒരു വിസയും വേണ്ടേ. പണ്ടെണ്ണായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ.